ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തോരനാണ് കേട്ടോ. അതും നമ്മുടെ ഏത്തക്കായുടെ തൊലി വെച്ചിട്ടുള്ള തോരനാണ്, പച്ച ഏത്തക്കായുടെ. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലത്തെ തൊലിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഉപ്പേരി വറുത്തായിരുന്നു, അപ്പോൾ അതിൻ്റെ തൊലി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തോരൻ വയ്ക്കാൻ. ഞാനിങ്ങനെ ഇതേപോലെ തൊലി കിട്ടുമ്പോൾ തോരൻ വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറം ഒന്ന് ചെറുതായിട്ടൊന്ന് ചീകി കൊടുക്കാം. അങ്ങനെ ചീകി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കൊത്തിപ്പൊടിക്കുക കേട്ടോ. കൊത്തിപ്പൊടിച്ച് അരിയാണ്. കൊത്തിപ്പൊടിച്ച് അരിഞ്ഞത് നമ്മുടെ കാടിവെള്ളം ഉണ്ടല്ലോ, അതായത് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ അരി കഴിയ വെള്ളമോ അതിലോട്ട് ഇട്ട് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ കറയൊക്കെ വാഴയ്ക്കായ്ക്ക് ഒരു കറയുള്ളതല്ലേ, അപ്പോഴത്തേന് ചെറുപയർ വേവിക്കാൻ വെക്കാം. കുറച്ച് ചെറുപയർ മതി കേട്ടോ. ഇതും കൂടി ഇട്ടാണ് തോരൻ വയ്ക്കുന്നത്. അപ്പോൾ അത് അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ അരിഞ്ഞതെല്ലാം കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇതിനാവശ്യമായുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കീറി ഇട്ടതാണ്. പിന്നെ ഒരു 3 കഷ്ണം വെളുത്തുള്ളിയും ജീരകം ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടി എങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ചതച്ചെടുത്ത് നമ്മുടെ അരിഞ്ഞ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയെല്ലാം ചൂടായി. ഇനി കടുക് ഇട്ട് കൊടുക്കുക. അങ്ങനെ കടുകൊക്കെ പൊട്ടിത്തുടങ്ങി. ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും കൂടെ ഇതിലേക്ക് ഉഴുന്ന് പരിപ്പുണ്ടല്ലോ, ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കാം. ഉഴുന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഇത് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക ഇതിനകത്ത് എണ്ണയ്ക്കകത്ത് കിടന്ന്. ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ആ ഉഴുന്ന് ഇങ്ങനെ വറുത്ത് വരുന്നതിൻ്റെ മണമുണ്ടല്ലോ, അതാകുമ്പോൾ കറക്റ്റ് വരിക. പിന്നെ കറിവേപ്പില ഇതെല്ലാം കിട്ടുന്നു വഴണ്ടി വന്നതിന് ശേഷം നമ്മുടെ അരിഞ്ഞ മിക്സും തേങ്ങായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പുപൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ വേണമെങ്കിൽ ചേർക്കാം. ഇനി നമ്മുടെ പയർ ഇവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, ഇപ്പോഴേ ചേർക്കത്തില്ല. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊരു വേവുണ്ടല്ലോ നമ്മുടെ വാഴയ്ക്കായി തൊലിക്ക്. ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇതിന് ശേഷം വീണ്ടും അടച്ച് വയ്ക്കാം. ഒന്നുകൂടെ ചെറുതായിട്ട് വേവട്ടെ. അങ്ങനെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ്റെ ഏകദേശം എല്ലാം തൊലിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പയർ നമ്മൾ വേവിച്ച് വെച്ചതല്ലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പയറിട്ട് ശേഷം നല്ലവണ്ണം ഇളക്കി ചിക്കി തോത്തിയെടുക്കാം. പിന്നെ അടച്ച് വെക്കണമെന്നില്ല കേട്ടോ. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചിക്കി തൂത്തിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ ഈ ചെറുപയറും ഒക്കെ ഇട്ട് ഇതേപോലെ വാഴയ്ക്കൊക്കെ കിട്ടുമ്പോൾ, ഏത്തക്കാട് തൊലി കിട്ടുമ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.